ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാന നികുതികൾ. 1. ഗ്യാബൽ. 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതി. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗ്യാബൽ. അടുത്തത് ടൈത്ത്. പുരോഹിതന്മാർ സാധാരണ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതിയാണ് ടൈത്ത്. കർഷകർ നികുതിയായി നൽകേണ്ടിയിരുന്നത് വിളവിലെ 1/10 ഭാഗമായിരുന്നു. അടുത്ത നികുതിയാണ് ഓങ് തേം. 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അവരുടെ വരുമാനത്തിൻ്റെ 1/20 ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്ന നികുതിയാണ് ഓങ് തേം. അടുത്തതായി പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികൾ. 1. കോവി. ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് കോവി. 2. ബെനാലിറ്റി. വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടക ഇതിലുൾപ്പെടുന്നു. അതാണ് ബെനാലിറ്റി. അടുത്തതായി ബൻമിൻ. തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണ് ബൻമിൻ എന്നറിയപ്പെടുന്നത്. അടുത്തതായി പിയേഷ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമാണ് പിയേഷ്. അടുത്തത് ടെറാഷ്. വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരമാണ് ടെറാഷ് എന്നറിയപ്പെടുന്നത്.